മക്കൾ അങ്ങനെ മോഡൽ എക്സാം തുടങ്ങാൻ വേണ്ടി പോകുന്ന ആദ്യ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്ന ലാംഗ്വേജ് ആണ് ഭാഷാ പരീക്ഷകളാണ് അല്ലേ. ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജ് അതായത് ഇംഗ്ലീഷും ഹിന്ദി നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ഉൾപ്പെടുന്ന മലയാളം ഉൾപ്പെടെയുള്ള അറബി ഉൾപ്പെടെ സബ്ജക്റ്റ് ആണ് ആദ്യ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ലൈവ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നോട്ട് ചെയ്ത് വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാലോ നമ്മുടെ ലാംഗ്വേജിന്റെ ലൈവ് നടക്കുക എവിടെയാണ്, നമ്മുടെ സയൻസ് ചാനലാണ്. അപ്പോൾ നേരെ നിങ്ങൾ അവിടേക്ക് എത്താണ് നമ്പർ 1 ഒന്നാമത്തെ കാര്യം സയൻസ് ചാനൽ ലൈവ് നടക്കുക. ഇനി എപ്പോഴാണ് നടക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം 9 മണി രാവിലെ 9 മണിക്ക് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യും, നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോ. നമ്മുടെ എല്ലാ ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ എഴുതുന്ന ഹിന്ദി ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, അറബി ആയിക്കോട്ടെ, എല്ലാ സെക്കൻഡ് ലാംഗ്വേജും ലൈവ് രാവിലെ 9 മണിക്കായിരിക്കും. അപ്പോൾ 9 മണി കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചോ. നാളെയാണ്, അധിക ദിവസമൊന്നുമില്ല, നാളെയാണ്. നാളെ രാവിലെ 9 മണി മുതൽ നമ്മുടെ ആ രാവിലെ സമയം നമ്മൾ എന്ത് ചെയ്യും, മൊത്തം എന്തിനു വേണ്ടി മാറ്റി വെക്കും, സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചു. ആൻഡ് ഈവനിങ് രാത്രി ആയി കഴിഞ്ഞാൽ 7 മണിക്ക് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യും, 7 മണിക്ക് കൃത്യം 7 PM നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഷുവർ ക്വസ്റ്റ്യൻ പ്ലസ് നിങ്ങളുടെ ഒരുപാട് പാറ്റേണും പരിപാടികളും സ്ഥിരം പരിപാടികളൊക്കെ റെഡി ചെയ്ത് തരും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എന്താണ് ഒരു ഭയം അല്ലെങ്കിൽ മാർക്ക് കുറയുന്ന ഒരു സബ്ജക്ട് ഇംഗ്ലീഷ് ആയിരിക്കും. അത് നിങ്ങൾ ഇപ്പോഴേ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ +1 അല്ലെങ്കിൽ +2 പരീക്ഷയുടെ ഇമ്പ്രൂവ്മെന്റ് എക്സാം എഴുതാമ്പോൾ നിങ്ങൾ ആരും വിചാരിക്കരുത് ഇംഗ്ലീഷ് നിങ്ങൾ അത്രത്തോളം പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ സമയം നമ്മൾ എന്തിനു വേണ്ടി മാറ്റി വെച്ചതാ, ലാംഗ്വേജിന് വേണ്ടി മാറ്റി വെച്ച്. നിങ്ങൾ സ്ഥിരമായി പഠിക്കുന്ന റെഗുലർ ടൈം 7 മണിന്റെ സമയം നമ്മൾ എന്തിനു വേണ്ടി മാറ്റി വെച്ചു, ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി വെച്ചു. കൃത്യമായി ഈ 2 സമയം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതിന്റെ രണ്ടിന്റെയും ലൈവിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. വേഗം ഒന്ന് കയറുക, നോട്ടിഫൈ മീ ഓൺ ചെയ്ത് വെക്കുക, ഒരു ലൈക്ക് അങ്ങ് കൊടുത്ത് വെക്കുക. അതുകൊണ്ട് ഇനി ലൈവ് തുടങ്ങിയ ഉടനെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്കും ഞാൻ കൊടുക്കുന്നത്, വേഗം ജോയിൻ ചെയ്ത് വെച്ചു. ഇനി വരാനിരിക്കുന്ന എല്ലാ ദിവസത്തിനും അപ്ഡേറ്റുകൾ ലൈവ് ആയിക്കോട്ടെ, റെക്കോർഡ് വീഡിയോസ് ആയിക്കോട്ടെ, ഷോർട്ട് വീഡിയോസ് ഒക്കെ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, +1 സയൻസ് ചാനൽ നമ്മുടെ ചാനലും 2 ചാനലും വരും. അപ്പോൾ 2 ചാനലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയറി നോക്കണം. എന്തിനു വേണ്ടി മാത്രം, ഇംഗ്ലീഷ് ലാംഗ്വേജ് ലൈവിന്റെ കാര്യത്തിന് വേണ്ടി മാത്രം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങളുടെ എക്സാം നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ആദ്യത്തെ ഒരു പബ്ലിക് എക്സാമിൽ കടക്കാൻ വേണ്ടി പോകുന്ന +1 മോഡൽ എക്സാം ഈസ് നോട്ട് എ സിമ്പിൾ എക്സാം. നിങ്ങൾ കണക്കാക്കരുത്. സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം, നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. നല്ല മാർക്കോട് കൂടി നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫൈനൽ എക്സാം എഴുതാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പബ്ലിക് എക്സാം എഴുതാൻ നിങ്ങളുടെ മോഡൽ എക്സാം നിങ്ങളെ സഹായിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കൂ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിക്കുക. എജുപോർട്ട് നിങ്ങളെ കൂടെ ഉണ്ട്. സോ വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ്.